സുഹൃത്തുക്കളെ, വീണ്ടും നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ച് തന്നെയാണ് പറയാനുള്ളത്. പറയാതിരിക്കാൻ മാർഗമില്ലാത്തതുകൊണ്ടാണ്. കാരണം തിരുത്താനും തിരുത്താനും പിന്നെ തിരുത്തി ശരിയുടെ വഴിയെ സഞ്ചരിക്കാനും ഒക്കെ ആവശ്യത്തിലധികം സമയം നൽകി കഴിഞ്ഞിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് അവനും അറിയാം, അവൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്ക്, ഞങ്ങളുടെ പൊതു സുഹൃത്തുക്കൾക്കൊക്കെ അറിയാവുന്നതാണ് പലപ്പോഴും. അതുകൊണ്ടാണ് ഞാൻ ഏറെ ദിവസങ്ങൾ ഞാൻ മൗനം പാലിച്ചു. ഞാൻ ഇനി ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല എന്നൊരു ധാരണയിലെത്തിയിരുന്നു. പക്ഷെ പിന്നീട് കാണിച്ചിട്ടുള്ള കാട്ടിക്കൂട്ടലുകൾ, കോപ്രായങ്ങൾ, നാടകങ്ങൾ, ആളുകളെ പൊട്ടന്മാരാക്കുന്ന രീതിയിലുള്ള പരിപാടികളൊക്കെ ഈ നടിമാരെ അല്ലാതെ ഏതെങ്കിലും നടന്മാരെ ഇവൻ എന്തെങ്കിലും പരിപാടിക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇന്ന് ഈ പോകുന്ന നടിമാരുടെ അവസ്ഥ എന്താ? നടിമാർ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള നടിമാരുണ്ടെന്നുള്ളതും അവരുടെ പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഹോളിവുഡ് സിനിമയൊന്നും അധികം കാണാത്തതുകൊണ്ട് എനിക്ക് മലയാളത്തിലുള്ള പാർവതി തിരുവോത്ത്, ഉർവശി, മഞ്ജു വാര്യർ, ഭാവന, പിന്നെ മമിത ബൈജു, അത് പിന്നെ നസ്രിയ നസീം, അങ്ങനെയുള്ള ആളുകളെയൊക്കെ എനിക്കറിയുള്ളൂ. അവരാരും എന്തായിരുന്നാലും ഇങ്ങനെ ഈ തറക്കല്ലിടാനും പിന്നെ കക്കൂസ് ഉദ്ഘാടനം ചെയ്യാനും കലുങ്ക് ഉദ്ഘാടനം ചെയ്യാനും ഒന്നും പോവില്ല. നമ്മളെ സുരേഷ് ഗോപി കലുങ്കിൻ്റെ മേലെ യോഗം നടത്തിയത് കലുങ്ക് പിന്നെ യോഗം എന്ന പേരിട്ടത് രസകരമായിട്ടുള്ള, അതായത് ഒരു ഗ്രാമീണ സംവാദം എന്നുള്ള അർത്ഥത്തിൽ ഇട്ടിട്ടുള്ള ഒരു പേരാണ്. പക്ഷേ ഇതങ്ങനെയല്ല. ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ പോവുക, സ്കൂളിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക, പുതുതായിട്ട് ഒരു ബ്ലോക്ക് ഉണ്ടാക്കിയാൽ അത് ഉദ്ഘാടനം ചെയ്യാൻ പോകുക. ഇതിനൊക്കെ സാധാരണഗതിയിൽ രാഷ്ട്രീയ നേതാക്കന്മാരെ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെയാണ് വിളിക്കാറുള്ളത്. അല്ലാതെ ആരാലും അറിയപ്പെടാത്ത ബിഗ് ബോസ് താരങ്ങളെയും അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും സിനിമയിലൊന്നും മുഖം കാണിച്ചവരെയും ഏതെങ്കിലും സീരിയൽ പിന്നെ മുഖം കാണിച്ചവരെയും കൊണ്ടുവരുന്ന പരിപാടി കേരള രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതൊന്നും മോശമാണെന്നുള്ള അഭിപ്രായമില്ല. മിമിക്രി ആണെങ്കിലും ഇതിലൊന്നും ഒന്നും പോകുന്നത് മോശമാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. എൻ്റെ അഭിപ്രായത്തിൽ ക്രൗഡ് പുള്ളറെ കൊണ്ടുപോകാനാണെങ്കിൽ അത് തൊപ്പിയെ കൊണ്ടുപോകണമെന്നേ. തൊപ്പിയെ കൊണ്ടുപോയാൽ ഇതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ ആളുണ്ടാവും. ആ ബോധം ഉണ്ടാവണ്ടേ? തൊപ്പിക്ക് ഇതിനേക്കാൾ സെൻസും ഉണ്ട്. ആറാട്ടൻ ഒരു ജീനിയസാണ്. ഇവനെപ്പോലെ പിന്നെ കോടിത്തരം കാണിക്കാനും ഗർഭം അലസിപ്പിക്കാനും നടന്നിട്ടില്ല. അപ്പോൾ എന്തായിരുന്നാലും ഇതിനകത്തുള്ള ഇപ്പോൾ നടി സീമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട നടിയാണ്. IV ശശിയുടെ ഭാര്യയായിരുന്നു. ഒരു പിന്നെ ജയൻ്റെ കൂടെയും വക്കീലുകളുടെ കൂടെയൊക്കെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചതാണ്. ഇപ്പോൾ ഒരുപാട് പ്രായമായി. പക്ഷേ ഇവരുടെയൊക്കെ പേരിലുള്ള കുറേ നായന്മാർ, നമ്പൂരിമാർ, മറ്റേത് മറിച്ചൊരു, ഞാൻ എപ്പോഴും ചിന്തിക്കും, ഈ നായരെന്നൊക്കെ വാലിടും, നമ്പൂരിന്ന് വാലിടും, മേനോന്ന് വാലിടും, കുറുപ്പെന്ന് വാലിടും, ഈഴവെന്ന് ആരും വാലിടില്ല. SC ST വിഭാഗത്തിൽപ്പെട്ടവർ അവരെ പിന്നെ ജാതിപ്പേര് വാലായിട്ടിടുന്നില്ല. മറ്റേതെന്തോ വലിയ സംഭവമാണെന്നുള്ള മട്ടില്ല. ഒരു തേങ്ങയില്ല. നായരെന്ന് പറഞ്ഞാൽ അത്ര വലിയ സംഭവമൊന്നുമല്ല. പണ്ട് നമ്പൂതിരി ഇറങ്ങി വരുമ്പം ഈ നായന്മാർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും, ആണുങ്ങൾ. എന്നിട്ട് നമ്പൂതിരി പിന്നെ ഇവരുടെ ഭാര്യമാരുമായിട്ട് വേണ്ട അവരുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പോയതിന് ശേഷം ആ ചൂട്ടുകാറ്റയുടെ വെളിച്ചം തിരിച്ചു പോയതിന് ശേഷം ഈ നായർ വീട്ടിലേക്ക് വരുള്ളൂ. ഇതാണ് നായർ ചരിത്രം. നായന്മാരെ മുഴുവൻ അവമാനിക്കാൻ വേണ്ടി പറയല്ല, വാലിട്ട് കൊണ്ട് നടക്കുന്നതിനുള്ള വിയോജിപ്പ് കൊണ്ട് പറയുക. നായർ വാലുള്ള ഒരുപാട് നല്ല ആൾക്കാരുണ്ട്, മേനോൻ വാലുള്ളവരുണ്ട്, ശിവദാസ മേനോൻ, പിന്നെ അതേപോലെ തന്നെ ഒരുപാട് EMS പോലെ EMS നമ്പൂരിപ്പാട് എന്നുള്ള വാല അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതൊന്നും മോശമായിട്ടുള്ള അഭിപ്രായത്തിലല്ല ഞാൻ പറയുന്നത്, ആദ്യമായിട്ട് പറയുകയല്ല. പക്ഷേ ഇപ്പം ഈ നായന്മാരെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില നായന്മാരുണ്ട്. സുകുമാരൻ നായരായിരുന്നു ഇത്രയും കാലം നായന്മാരെ പറയിപ്പിച്ചിരുന്നത്. ചില ആൻറ്റിമാർക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രായം കഴിയുമ്പോൾ അവർ സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആണ്. അപ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞിട്ട് അത് പരസ്യമായിട്ട് അതിൻ്റെ ആവശ്യമില്ല. ഇടുക്കിയിലെ ഭൂമി കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ വേണ്ടി VS അച്യുതാനന്ദൻ പറഞ്ഞയച്ച 3 പൂച്ചകളിൽ അറിയാലോ, അതിൽ 2 പേര് IAS-കാരായിരുന്നു, ഒരാൾ IPS-ഉമായിരുന്നു. ആ 2 IAS-കാരിൽ ഒരു IAS-കാരൻ്റെ ഭാര്യ, പിന്നെ IAS-കാരൻ്റെ ഭാര്യയ്ക്ക് ഇതേ അസുഖം ഉണ്ടായിരുന്നു. അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം ദിലീപിൻ്റെ കൂടെ ഒരു നേരം ഭക്ഷണം കഴിക്കണം, ദിലീപിനെ ഒന്ന് കാണണം, ദിലീപിനെ ഒന്ന് ഹഗ് ചെയ്യണം. ഇതൊരു തരം മറ്റേ ആരാധനയാണെന്നേ. ഇത് സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ ഉള്ളൊരു അത്തരത്തിലുള്ള ഇഷ്ടം കൊണ്ടോ അല്ല. ആരാധന മൂന്നിട്ട് ഇവൻ കൊള്ളാലോ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നവനാണല്ലോ എന്നുള്ളത് കൊണ്ടുള്ള, ഞങ്ങളുടെ നാട്ടിൽ പറയും കടിയാണെന്ന് പറയും. എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് 10ാം ക്ലാസ്സും കുസ്തി മാത്രമേ ഉള്ളതുകൊണ്ട് എനിക്ക് ഈ നാടൻ ഭാഷ അറിയുള്ളൂ. ചില നാട്ടിൽ കഴപ്പ് എന്നൊക്കെ പറയും. അതാണിത് പ്രശ്നം.
ഒരാൻറ്റി വെളുപ്പിക്കാനായിട്ട് കിட்ட ഇറങ്ങിയിരിക്കുക അമ്മായി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫേസ്ബുക്കിലിരുന്ന് യൂട്യൂബിലിരുന്നിട്ട് വെളുപ്പിച്ചുകൊണ്ടിരിക്കുക. അമ്മായിയുടെ അസുഖം അമ്മായി തീർത്തോട്ടെ, അമ്മായിയുടെ ചൊറിച്ചിൽ മാറുന്നുണ്ടെങ്കിൽ മാറിക്കോട്ടെ. കാരണം ഇപ്പം നാട്ടിൽ മുരിക്കും വരെ ഒന്നുമില്ല, അത് മാറ്റിക്കോട്ടെ. പക്ഷെ അത് കരുതിയിട്ട് പാവപ്പെട്ട ദുർബലരായ ബലഹീനരായ പെൺകുട്ടികളെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച, അത് 1-2 കേസല്ല, അത് തന്നെ ഒരു തൊഴിലായി സ്വീകരിച്ച ഒരുത്തനെ ന്യായീകരിക്കാനും വെളുപ്പിക്കാനും വിശദീകരിക്കാനും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് സാമൂഹിക വിരുദ്ധതയാണ്. ആ സാമൂഹിക വിരുദ്ധത കാണിക്കുന്ന സാമൂഹിക വിരുദ്ധരായിട്ടുള്ള ആളുകളോട് ഒരു മയവുമില്ലാതെ സംസാരിക്കാൻ തന്നെയാണ് തീരുമാനം. കേസൊക്കെ ഇപ്പോൾ കുറച്ചുണ്ട്. ഇനിയിപ്പോൾ ഈ അമ്മായി കേസ് കൊടുത്താലും എനിക്കൊരു ചുക്കുമില്ല, അത്രയേ ഉള്ളൂ. അമ്മായിക്ക് പ്ലേ ബോയ്മാരെ വേണമെന്നുണ്ടെങ്കിൽ ഡേറ്റിംഗ് ആപ്പിൽ നമ്മൾ പലപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാലോ, ഫേസ്ബുക്കോ യൂട്യൂബോ ഒക്കെ എടുക്കുമ്പോൾ തന്നെ അതിൽ ഡേറ്റിംഗ് ആപ്പിൻ്റെ പരസ്യം വരും. ചിലപ്പോൾ ഏതെങ്കിലും ഡേറ്റിംഗ് ആപ്പിൽ രജിസ്റ്റർ ചെയ്യേ. ഇവിടുത്തെ മെട്രോ നഗരങ്ങളിൽ മാത്രമല്ല, ഇടത്തരം പട്ടണങ്ങളിൽ വരെ ഇഷ്ടംപോലെ പ്ലേ ബോയ്സിനെ കിട്ടാനുണ്ട്, പെൺകുട്ടികളെയും കിട്ടാനുണ്ട്, ആണുങ്ങൾക്ക് അങ്ങനത്തെ താല്പര്യം ഉണ്ടെങ്കിൽ. ഞാൻ കരുതി ഇതിനൊക്കെയുള്ള സൗകര്യമുള്ള ഈ ആധുനിക കാലഘട്ടത്തിലും ഈ ബലാത്സംഗം ചെയ്യാനും കയറി പിടിക്കാനൊക്കെ എന്തിനാ പോകണമെന്നുള്ളത് ഒരു പക്ഷേ ഇതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടായിരിക്കും. അത്ര മുട്ടി നിൽക്കുന്നവർ അതിന് പോട്ടെ, അതല്ലേ ചെയ്യണ്ടേ. അണ്ട് ഈ അമ്മായി ഇതിനെല്ലാം ന്യായീകരിക്കുക. ഇനി എന്നാണ് പാലക്കാട് നഗരസഭയിൽ ഏതെങ്കിലും പാലക്കാട് മണ്ഡലത്തിനകത്ത് പൊതു ശൗചാലയം നമ്മളെ പല സ്ഥലത്തും ഉണ്ടല്ലോ, ബസ് സ്റ്റേഷനോട് ചേർന്ന് കംഫർട്ട് പിന്നെ ബസ് സ്റ്റാൻഡിനോട് ചേർന്നിട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള സൗകര്യങ്ങളോട് പൊതു ഇടങ്ങളിൽ കംഫർട്ട് സ്റ്റേഷനുകൾ തുടങ്ങും, പൊതു കക്കൂസ്. അത് ഉദ്ഘാടനം ചെയ്യാനെന്നാ വിളിക്കാമെന്ന് എനിക്കറിയില്ല. സാധാരണ ഏതെങ്കിലും ബസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ കന്നിയോട്ടം, അല്ലെങ്കിൽ മെട്രോ ആണെങ്കിൽ അതിൻ്റെ കന്നിയോട്ടം ഒക്കെയാണ്. ഈ ശൗചാലയം ഉദ്ഘാടനം ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഉദ്ഘാടനം ചെയ്യണം. അതിനെന്നാ ഇനിയിപ്പോൾ ഏതെങ്കിലും നടിമാരെ കൊണ്ടുവരിക എന്നുള്ളത് എനിക്കറിയില്ല. അതിന് വിളിച്ചാലും പോകാൻ നാണമില്ലാത്ത ഉളുപ്പില്ലാത്ത ആൾക്കാരുണ്ട്. അതിന് 2 തരത്തിലാണ് അതിൻ്റെ കാരണങ്ങൾ. ഒന്ന്, ഇവൻ വിളിച്ചാൽ പോകാതിരിക്കാൻ പറ്റില്ല, കാരണം അവരുടെ ചില വീഡിയോസ് ബാക്കിയുള്ളത് ഇവൻ്റെ രേഖകളൊന്നും അവരുടെ കയ്യിലുണ്ടാവില്ല, അവൻ്റെ രേഖകൾ ഇവൻ്റെ കയ്യിലുണ്ടാവും. അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാം. അതാണ് ഒന്നാമത്തെ. ഞാൻ പറഞ്ഞില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർവതി തിരുവോത്ത് പോവോ, മഞ്ജു വാര്യർ പോവോ, അവർക്ക് വേറെ പണിയുണ്ട്, അവർക്ക് ഇഷ്ടംപോലെ പ്രൊജക്റ്റുകളുണ്ട്. ഇതൊരു ഏതെങ്കിലും ഒന്നോ രണ്ടോ എണ്ണത്തിൽ മുഖം കാണിച്ച് പിന്നെ വേറെ പണിയൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും പൈസയും കിട്ടിക്കഴിഞ്ഞാൽ അതും പറയുന്ന അതേ കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് യൂണിഫോം ഇട്ട് പോകുന്ന പോലെ പോകുന്നു. ആദ്യം പറയും വരുമ്പോഴേ എന്നെ കെട്ടിപ്പിടിക്കണമെന്ന്, കെട്ടിപ്പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ വീഡിയോ പുറത്തേക്കാക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിപ്പിടിക്കും. ആൾക്കാർ നമ്മളും ഹഗ് ചെയ്യാറുണ്ട്, സ്ത്രീപുരുഷ ഭേദമന്യേ എല്ലാവരും ഹഗ് ചെയ്യാറുണ്ട്. നമ്മൾ ചലച്ചിത്ര മേഖലയിലുള്ളവരും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ആസിഫ് അലി അങ്ങനെയുള്ള ഒരുപാട് പേരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഹഗ് ചെയ്യാറുണ്ട്. അതൊരു സ്നേഹത്തിൻ്റെ വിശുദ്ധമായിട്ടുള്ള തലത്തിലുണ്ടാവുന്നതാണ്. ആലിംഗനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ ശ്രേഷ്ഠമായ ഒന്നാണ്. നമ്മളൊരു മനുഷ്യനോട് ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന് പറയുന്നതും അയാളെ ചേർത്ത് പിടിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അത് സ്നേഹപ്രകടനത്തിനുള്ളതാണ്. ഇവനൊക്കെ പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞാൽ എന്തു ചെയ്യായിരുന്നു? വന്ദേ ഭാരത് ഉദ്ഘാടനം ചെയ്യാനും മെട്രോ ട്രെയിൻ ഉദ്ഘാടനം ചെയ്യാനും ഒക്കെ വേണമെങ്കിൽ പിന്നെ മറ്റേ സണ്ണി ലിയോണിനെ ഇവരെ ആരെയും കൊണ്ടുവരും. ഞാൻ ഇന്നൊരു ചാനലിൽ പറഞ്ഞതുപോലെ തന്നെ പറ്റുന്നുണ്ടെങ്കിൽ മിയാ ഖലീഫയെ കൊണ്ടുവരും. ചെങ്കോട്ടയിൽ പിന്നെ സ്വാതന്ത്ര്യദിനത്തിന് പരേഡ് സ്വീകരിക്കാനും ദേശീയ പതാക ഉയർത്താനും. അത്ര കണ്ട അല്പത്തിലല്ലേ കാണിക്കുന്നത്. ആ സോളാർ നായികയൊക്കെ സുഖമില്ലാതായത് തന്നായി, ഇല്ലെങ്കിൽ സോളാർ നായികയെ കൊണ്ടുപോയേനെ ഇപ്പോൾ അവനോടെ. ഏതായിരുന്നാലും വല്ലാത്തൊരു പിന്നെ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിൽ എന്തായിരുന്നാലും അന്തസ്സുള്ള നിലപാടെടുത്ത് വി.ഡി. സതീശനാണ്. ആശാസമരത്തിൽ പിന്നെ ആ പട്ടിയോടെ ഉണ്ടെങ്കിൽ ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു. സോറി, ക്ഷമിക്കണം, പട്ടികൾ തന്നെ കടിക്കും പട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ട സ്ത്രീലമ്പടന്മാരുടെ കൂടെ ഇരിക്കാൻ ഞാനില്ല. ആധുനിക കാലഘട്ടത്തിലെ സൂര്യതമ്പൂരിപ്പാടാണ് ഇവൻ. വായി നോക്കി നമുക്കറിയാം ചന്തുമേനോൻ്റെ ഇന്ദുലേഖയിലെ സൂര്യതമ്പൂരിപ്പാടിൻ്റെ കഥകളി പിന്നെ മറ്റവർക്ക് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ എനിക്കും കഥകളി ഇഷ്ടമാണെന്നാണ് പറഞ്ഞത് ഇയാൾ. അയാൾക്കൊരു കുന്തും അറിയില്ല, ഒരു പുല്ലും അറിയില്ല. അങ്ങനെ ഇങ്ങനെ കൊണ്ടു നടക്കുക. എന്നിട്ട് ഇവൻ്റെ കൂടെ സെൽഫി എടുക്കാൻ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന കുറേ സ്ത്രീകൾ മെനക്കെട്ട് പോവുക. എന്ന് വെച്ചാൽ അവരുടെ ഭർത്താക്കന്മാർ ഉണ്ണാക്കന്മാരാണ്, ഒന്നിനും കൊള്ളില്ല. അപ്പം ഇവർക്ക് അതിനുള്ള ശേഷിയുള്ള ഒരാളെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു തരം അഭിനിവേശം, ഒരു തരം ആരാധന. അങ്ങനെയുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് എൻ്റെ പൊന്നു ചേച്ചിമാരെ, ഇത്തമാരെ. നാട്ടിൽ നിങ്ങൾ അയലോകത്തൊക്കെ തന്നെ ഉണ്ടാവും.
ഒന്ന് ട്രൈ ചെയ്താൽ മതി, നടക്കും നിങ്ങളുടെ കാര്യങ്ങൾ. അല്ലാതെ നാട്ടിൽ മുഴുവൻ ഈ യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാതെ, സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കാതെ, കോണ്ടം പോലും യൂസ് ചെയ്യാതെ ഇന്റർകോഴ്സ് ചെയ്ത് നടക്കുന്ന ഒരു തന്നിട്ടൊന്നും അല്ല അസുഖം വന്നാലും നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങളുടെ ഭർത്താവിന് വരില്ലേ? പിന്നെ ആ നിരപരാധിയും കൂടി പിന്നെ നിങ്ങൾ എയ്ഡ്സ് രോഗിയാക്കി മാറ്റിയല്ലേ ചെയ്യുന്നത്? നിങ്ങൾ നാളെ ഗോവിന്ദസ്വാമി പുറത്തേക്ക് ഇറങ്ങിയ ഗോവിന്ദസ്വാമിയുടെ കൂടെ സെൽഫ് എടുക്കാൻ പോവല്ല. കാരണം ഗോവിന്ദസ്വാമി എടുക്കാനല്ലേ, ഒരു കൈ ഇല്ലാഞ്ഞിട്ട് പോലും പിന്നെ ഒരു പെണ്ണിനെ അങ്ങനെ തള്ളിയിട്ട് കീഴ്പ്പെടുത്തി അതിനെ കൊന്നും കളഞ്ഞു. അപ്പൊ കരുത്തിന്റെ പ്രതീകമാണ്. ഇവനും ഞാൻ ചോദിക്കട്ടെ, ഇവൻ ഇങ്ങനെ ഇത്രയും പിന്നെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരാളായിട്ട് ഇത്രയും ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഇടപെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഒന്നുമല്ലാതെ എല്ലാവരാലും തള്ളിക്കളയപ്പെട്ട, ആളുകളാൽ പിന്നെ ഭ്രഷ്ട് കൽപ്പിക്കപ്പെടുന്ന, മര്യാദയ്ക്കൊന്ന് കുളിച്ചിട്ട് സോപ്പിട്ട് ഒരു കൈ കൊണ്ട് പിന്നെ വെള്ളമൊഴിച്ച് മറ്റേ കൈ കൊണ്ട് സോപ്പിട്ട് തേക്കാൻ കഴിയാത്ത, ഒരു തോർത്ത് 2 കൈ കൊണ്ട് പിടിയാൻ കഴിയാത്ത, ഒന്ന് ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരു കൈ കൊണ്ട് ഫ്ലഷ് ചെയ്തിട്ട് മറ്റേ കൈ കൊണ്ട് കഴുകാൻ പറ്റാത്ത, അങ്ങനെ സാമൂഹികമായി മാറ്റി നിർത്തപ്പെട്ട ഒരപരബോധത്തിൽ പിന്നെ നിൽക്കുന്ന ഒരു മനുഷ്യൻ ചെയ്ത തെറ്റിനോട് പിന്നെ എനിക്ക് ക്ഷമിക്കാൻ പറ്റും ഗോവിന്ദസ്വാമിയോട്. കാരണം അയാൾക്ക് ഒരു കൈയേ ഉള്ളൂ. അയാളെ സമൂഹത്തിൽ പലപ്പോഴും അയാൾ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അയാളെ മനോഘടനയിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ടാവും. ഇതങ്ങനെയാണോ? എന്നാൽ അവൻ്റെ അമ്മയെങ്കിലും ഒരു കാര്യം ചെയ്യട്ടെ, അവർക്ക് പെൻഷൻ ഉള്ളതല്ലേ? അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഈ ഇന്റർകോഴ്സ് നടത്തുമ്പോൾ കോണ്ടം ചിലർക്ക് താല്പര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ആ സ്പർശന സുഖത്തിനകത്തുള്ള ചെറിയൊരു പ്രശ്നമുണ്ട്. കോണ്ടം ഉപയോഗിക്കുന്നത് റെയിൻകോട്ട് ഇട്ട് കുളിക്കുന്നത് പോലെയാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള ബന്ധത്തിന് ഞാൻ തമാശയായിട്ട് പറഞ്ഞിട്ടുള്ളത് അത്. കാരണം അവളെ പിന്നെ PGക്ക് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കുഞ്ഞുങ്ങൾ വേണ്ടെന്നുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളങ്ങനെ യൂസ് ചെയ്തിട്ട് ഞങ്ങൾ 1-2 പ്രാവശ്യം പിന്നീട് നമ്മൾ പറഞ്ഞു, ഇനി കുഞ്ഞുങ്ങളുണ്ടാകണമെങ്കിൽ ഉണ്ടാവട്ടെ, പഠിത്തം നടന്നില്ലെങ്കിൽ വേണ്ടില്ല, ഇത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ മാർഗങ്ങൾ നോക്കണം. അത് ഒരു പങ്കാളിയാ, ഇത് കാണുന്നിടത്ത് മുഴുവനാ. തനി കോടിയായിട്ട് നടക്കുക, അല്ലെങ്കിൽ കന്നിമാസത്തിലെ പട്ടിയെപ്പോലെ ഇങ്ങനെ ഓടി നടക്കുക എല്ലായിടത്തും. അവൻ എല്ലാ മാസവും കന്നിമാസമാണ്. അവന് ചിങ്ങവും തുലാവും വൃശ്ചികവും ഒന്നുമില്ല. 12 മാസവും കന്നിമാസമാണ്. അങ്ങനെ നടക്കുന്ന ഒരുത്തനാ. എന്നിട്ട് അവൻ്റെ കൂടെ ഇങ്ങനെ സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് പോവുക. നാണവും മാനവുമുള്ള, അഭിമാനബോധമുള്ള ഒരു സ്ത്രീകളും അവൻ്റെ കൂടെ സെൽഫി എടുക്കാനും ബാക്കിയുള്ളതിന് പോവില്ല. അതാലോചിച്ച് നോക്കൂ. അങ്ങനെ പോകുന്നവരുടെ ഉദ്ദേശം വേറെയാണ്. അവരുടെ മനസ്സിനകത്തുള്ള താരാരാധനയുടെ ഒരു ലക്ഷ്യം വേറെയാണ്. ഒരു കാലഘട്ടത്തിൽ പിന്നെ ഉത്തരേന്ത്യയിലെ സർവേ നടത്തിയപ്പോൾ നാനാ പട്ടേക്കറോടായിരുന്നു ഏറ്റവും കൂടുതൽ ആരാധന. നാനാ പട്ടേക്കർക്കെതിരെ സമാനമായ ഒരുപാട് ആരോപണങ്ങൾ വന്നതാണ്. പക്ഷെ ഒരു വീരാരാധനയുണ്ടായി സ്ത്രീകൾക്ക്. മിയ ഖലീഫയെ ഇഷ്ടപ്പെടുന്ന എത്രയോ പേരുണ്ട്. ഷക്കീലയുടെ തരംഗത്തിൽ ഷക്കീലയുടെ സിനിമകൾ കാണാൻ ഇടിച്ചു കയറിയ ഒരു ഷക്കീലെ ഒരു നിമിഷം കിട്ടാൻ വേണ്ടിയിട്ട് കാത്തു നിന്നവരുണ്ട്. സിൽക്ക് സിനിമയിൽ ആപ്പിൾ പിന്നെ കടിച്ച ആപ്പിൾ വലിച്ചെറിഞ്ഞപ്പം അത് പിന്നെ എടുക്കാൻ വേണ്ടിയിട്ട് അതിൽ ലേലത്തിൽ വിളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഞാൻ പറയുന്നത് എനിക്ക് ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് സണ്ണി ലിയോണിനെ കൊണ്ടുവരാനും മടിക്കില്ല. ഇവന് ഒന്നിനും ആരെയും കൊണ്ടുവരാൻ മടിക്കില്ല. ഞാൻ നേരത്തെ പിന്നെ ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ ഇട്ടിട്ട് പേജിട്ടിരുന്നു. രാഷ്ട്രീയത്തിലെ അലൻ ജോസ് പെരേരയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അലൻ ജോസ് പെരേര പക്ഷേ കഴിഞ്ഞ ദിവസം എന്തൊരു പോസ്റ്റ് ഇട്ടെന്നാണ്, ഞാൻ ആരെയും ഗർഭം കേൾക്കാനൊന്നും പോയിട്ടില്ല എന്നുള്ളത്. ലുലു മാളിലെ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ആ അലൻ ജോസ് പെരേര അല്ലെങ്കിൽ ആറാട്ടണ്ണൻ. ആളുകളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കാണിക്കുക, എന്നിട്ട് ഏതെങ്കിലും പിന്നെ നാട്ടുകാർക്ക് പോലും അറിയാത്ത നടിയാണെന്നുള്ളതൊക്കെ നമ്മളിപ്പോഴാണ് കേൾക്കണേ. എന്തായാലും നല്ല ഒന്നാമത്തെ നടിമാർ തന്നെയാണ്. ഇവനും നല്ല നടനാണ്. മറ്റവനാണെങ്കിൽ മൂക്കിന്ന് ചോര വന്നു, മൂക്കിൻ്റെ പാലം പൊട്ടി. ഇനി ആ പാലം പണിയാൻ ഊരാളുങ്കലിന് ടെൻഡർ കൊടുക്കേണ്ടി വരും. അതോ ഇനി അതാനി പിന്നെ ഇവിടെ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് വല്ലതും കൊടുക്കണമെന്ന് അറിയില്ല ഇവൻ്റെ പാലം നന്നാക്കാൻ. എന്തായിരുന്നാലും
പറയണില്ല കൂടുതൽ. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും അൺപാർലമെൻ്ററി വരും, പിന്നെ അടുത്ത കേസായി, പിന്നെ അതായി. ഈ പെണ്ണുങ്ങളെക്കുറിച്ച് മിണ്ടുക എന്നുള്ള വലിയ ബുദ്ധിമുട്ടാണ്, വലിയ പ്രശ്നമാണ്. എന്തായിരുന്നാലും ഈ അമ്മായിക്കൊക്കെ ഉണ്ടല്ലോ, ഈ അമ്മായിക്കൊക്കെ പിന്നെ മരുന്ന് കൊടുക്കേണ്ടത് വേറെയാണ്. നാട്ടിൽ എവിടെയെങ്കിലും മുരിക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഇവിടെ ഒന്നും ഇപ്പോൾ കാണാനില്ല, ഞങ്ങളുടെ നാട്ടിലൊന്നുമില്ല. പണ്ടേ മുരിക്ക് കുരുമുളക് പള്ളി കയറ്റാൻ വേണ്ടിയിട്ടുണ്ടാവുമായിരുന്നു. ഉണ്ടെങ്കിൽ അവർക്ക് അതായിരുന്നു ഏറ്റവും പറ്റിയ മരുന്ന്. അമ്മായി ന്യായീകരിക്കാൻ ലൈവ് വിടുന്നു. അമ്മായിയുടെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീർക്കണമെന്നേ. ആ അമ്മായി അഭിനയിച്ച ഏതെങ്കിലും സിനിമയുടെ പേര് നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ട്? ഈ പറഞ്ഞ് വേഷം കെട്ടി 1-2 ഞാൻ പറയട്ടെ, ഗൾഫ് പ്രോഗ്രാമുകൾക്ക് പോകുമ്പോൾ മാന്യമായി പോകുന്നവരുണ്ട്, അല്ലാതെ പോകുന്ന ചില കഴിവില്ലാത്ത ചില ആൾക്കാരെ കൊണ്ടുപോകും. അത് കൊണ്ടുപോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സ്പോൺസർമാർക്ക് ലൈംഗികമായി അവർക്ക് പിന്നെ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം കൊണ്ടുപോകുന്നവരുണ്ട്. അവരുടെ പിന്നെ പ്രതിഭ കണ്ടിട്ടോ വേറുള്ള ഒന്നുമല്ല. ബാക്കിയുള്ളവരെ കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ അങ്ങനെ 2 കൂടി കൊണ്ടുവരും ഇവരുടെ ബാക്കിയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ പോകാൻ മാത്രം ക്വാളിറ്റി ഉള്ള ഓരോ ചവറുകളെ കൊണ്ടുവന്നിട്ടല്ല സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് ഇവൻ്റെയൊക്കെ കയ്യിലെ പൈസ എടുത്തിട്ടുള്ള പ്രൊജക്റ്റാണെന്നുണ്ടെങ്കിലൊക്കെ സർക്കാരിൻ്റെ പ്രൊജക്റ്റ് ഉദ്ഘാടനം ചെയ്യേണ്ടത്. നാളെ ദേശീയപാത വികസിപ്പിക്കുമ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിന് ഏതെങ്കിലും ഇതേപോലെയുള്ള ചവറ് ആൾക്കാരെ തെരഞ്ഞു പോവുമോ? അല്ലെങ്കിൽ ബിഗ് ബോസിൽ മുഖം കാണിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ഏതെങ്കിലും പിന്നെ എന്താ നാളെ പെണ്ണുണ്ടായിരുന്നു, ഞാൻ പല്ല് തേക്കാറില്ല, ഞാൻ എല്ലാ ദിവസവും കുളിക്കാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് കോസ്മെറ്റിക് പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ബ്രാൻഡ് അംബാസിഡറുമാണ്. അതിൻ്റെ പരസ്യമാണ് എപ്പോഴും അവർ ചെയ്യാറുണ്ടായിരുന്നത്. ഇങ്ങനെയുള്ള വിവരം കെട്ടവരെ കൊണ്ടു നടക്കുമ്പം എനിക്ക് സത്യം പറയുന്നത്, എനിക്ക് ചോദിക്കുന്നത്, രാഹുൽ നിനക്ക് നാണാവില്ലടാ? നീ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്ക്. നീ ഏതെങ്കിലും ഒരു നടന്മാരെ കൊണ്ടുവന്നോ? ഏതെങ്കിലും ഒരു മെയിൽ ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നിട്ടുണ്ടോ? അതില്ല. അവിടെയും പെണ്ണുങ്ങൾ മാത്രം മതി. സ്ത്രീകളെ ഉദ്ധരിക്കാനുള്ള ഏറ്റവും വലിയ സ്ത്രീകളുടെ നവോത്ഥാന നായകനായിട്ട് മാറിയിരിക്കുക. എന്തായിരുന്നാലും ശരി, ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളാവും. ഇപ്പം തന്നെ 9:18 ഇനിയിപ്പോൾ ഇത് അപ്പ് ചെയ്യുമ്പോഴത്തേക്കുന്ന സമയമാവും. ഇപ്പം തന്നെ 17 മിനിറ്റായി. ഗുഡ് നൈറ്റ്. ബാക്കി നാളെ നമുക്ക് നോക്കാം.